ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയേഴ്സ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് 2026 പണവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായി ആകർഷിക്കാൻ നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് അറിയണമെന്നുള്ളവരെല്ലാം 2026 എന്നൊന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പണത്തോടുള്ള മനോഭാവമാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടത്. എനിക്ക് പണമില്ല, പണം എന്നിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ മതി, ഒന്ന് ജീവിച്ചു പോയാൽ മതി, അത്തരത്തിലുള്ള പണത്തോടുള്ള മനോഭാവം ആദ്യം നിങ്ങൾ മാറ്റിക്കളയുക. നിങ്ങളുടെ പണത്തിൻ്റെ നിങ്ങളിലേക്കുള്ള വരവ് മുടക്കാനുള്ളതാണ് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ. നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് പണം എന്നെ തേടി ഒഴുകി വരുന്നു, ഞാൻ സമൃദ്ധിക്ക് യോഗ്യതയുള്ള ആളാണ് എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പുതിയ വർഷത്തിൽ ഓരോ ദിനവും നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നന്ദി പറച്ചിലിന് ശേഷം 2026 എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു, ആ ഒരു മനോഭാവമാണ് ഉണ്ടാവേണ്ടത്. അതൊരു അഫർമേഷൻ പോലെ പറയുകയും ചെയ്യാം. ഞാൻ കഷ്ടപ്പെടാതെ തന്നെ എന്നിലേക്ക് ധാരാളമായി പണവും സമ്പത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് പീപ്പിൾ സീക്രട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ഡയറി എടുക്കുക, ആ ഡയറിയിൽ ഞാൻ ഫിനാൻഷ്യലി ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇത്രയൊക്കെ പണം എൻ്റെ കയ്യിലുണ്ട്, എന്നിലേക്ക് ധാരാളമായി പണം ഒഴുകി വരുന്നു. ഇത്തരത്തിൽ നമ്മൾ ഒരു ഡയറി എടുത്ത് എഴുതുകയാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജേർണൽ എഴുതി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഒരു പണത്തിനെ കുറിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച്, നമ്മളിലേക്ക് നല്ലത് വരാത്തതിനെ കുറിച്ച് ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റ്സ് നമ്മൾ പറയരുത്. നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യരുത്. പിന്നെ നെഗറ്റീവ് പീപ്പിൾസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എത്രത്തോളം അകലം പാലിക്കാൻ പറ്റുമ്പോൾ അത്രത്തോളം നമ്മൾ അകലം പാലിക്കണം. കാരണം നെഗറ്റീവ് ടോക്സ് നമ്മളെ ഒരിക്കലും ഉയർത്തില്ല, നമ്മൾ താഴ്ത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ നൈറ്റ് ആയാലും ഉറങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള മണി അഫർമേഷൻസ് അല്ലെങ്കിൽ മണി പ്രയർ, അതായത് ഒരു മണി മൈൻഡ് സെറ്റ്, ഒരു കൊടീശ്വരന്റെ മൈൻഡ് സെറ്റിലാക്കി നമ്മൾ മാറ്റുക. നമ്മുടെ മൈൻഡ് സെറ്റ് കൊടീശ്വരന്റെ മൈൻഡ് സെറ്റ് ആക്കി മാറ്റുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം വരും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ കയ്യിലുള്ള എത്ര കുറവ് മണിയാണോ ഉള്ളത് ആ മണിക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളിലേക്ക് ഇനി വരാനിരിക്കുന്ന മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ഇനി വരുന്ന ഓരോ മണിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മൾ പണം ചെലവഴിച്ച് നമ്മൾ ഗൂഗിൾ പേ വഴിയോ അല്ലാതെയോ മണി എക്സ്ചേഞ്ച് നടത്തുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ആ പണത്തിനോട് നന്ദി പറഞ്ഞ് അത് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.